നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് ഇനി ഒരിക്കലും മിസ്സാവില്ല. ഇപ്പോൾ C5 കാണും നിങ്ങളുടെ ഫേവറേറ്റ് ഷോസ് തികച്ചും സൗജന്യമായി. നീ ചെയ്യുന്നത് നിയമപരമായ മാന്യമായ ബിസിനസ് ആണെന്ന് ഇനി നിനക്ക് പറയാൻ കഴിയുമോ? 100% നിയമവിരുദ്ധമായ സമൂഹത്തെ നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവൃത്തിയാണ് നീ ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ജാമ്യം പോലും കിട്ടാത്ത കുറ്റമാണ്. മേലിൽ നീ പണി ചെയ്തു പോകരുത്. ഇല്ല സർ, ഇനി ഒരിക്കലും ചെയ്യില്ല. തൽക്കാലം ഇപ്പൊ നീ വയ്ക്കോ. ശരി സർ. ഓടാ. കൈവിലങ്ങണിയിച്ച റിമാൻഡിൽ ജയിലിലേക്ക് കൊണ്ടുപോകാനുള്ള എല്ലാ യോഗ്യതകളും നേടിയിരിക്കും എന്റെ അനിയത്തി. വർഷയുടെ ഭർത്താവിന്റെ സൽഗുണം എന്താന്ന് ഇപ്പൊ മനസ്സിലായില്ലേ? അത് വർഷയെ ബോധ്യപ്പെടുത്താൻ എനിക്കും കുറെ മെനക്കെടേണ്ടി വന്നു. താലി ആയുധമാക്കിയ ഒരു പാവം പെണ്ണിന്റെ ജീവിതം തല്ലി തകർക്കുന്ന ഒരു ഭർത്താവാണ് അയാള്. ആൺവർഗത്തിന് തന്നെ അപമാനാണ് ഇത്തരത്തിലുള്ള ചെറ്റകള്. അയാളുമായിട്ടുള്ള ജീവിതം ഒട്ടും സുരക്ഷിതമല്ല വർഷേ. എന്നാ ഞങ്ങൾ ഇറങ്ങട്ടെ ജയൻ സാറേ. ഇറങ്ങിക്കോളൂ സാർ. താങ്ക് യു. പിന്നെ ക്യാഷ് ഞാൻ ഫോണിൽ അയച്ചേക്കാം. താങ്ക് യു സാർ. ചേച്ചി, എന്താ ഇതൊക്കെ? എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. എല്ലാം ഞാൻ മനസ്സിലാക്കി തരാം. വന്ദന, എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. വിക്രത്തിന് വിവാഹം കഴിച്ചതോടെ വർഷയുടെ ജീവിതം രക്ഷപ്പെട്ടു എന്നാണ് ഞാൻ കരുതിയത്. പക്ഷേ വന്ദനയ്ക്ക് വർഷയുടെ കാര്യം ഓർത്ത് ഏത് സമയത്തും വല്ലാത്ത പരിഭ്രമവും സങ്കടമൊക്കെ ആണല്ലോ. വിക്രം വളരെ മാന്യനും സ്നേഹമുള്ളവനാണെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. പിന്നെന്താ വന്ദനയ്ക്ക് പ്രശ്നം? വിക്രമിനെ കുറിച്ച് ഞാൻ ജഗനോട് വിശദമായിട്ടൊന്നും പറഞ്ഞിട്ടില്ല. അയാളുടെ മാന്യതയും മനുഷ്യത്വമൊക്കെ വെറും പുറംപൂച്ച. അതെ, എന്റെ അനുജത്തെ അപകടത്തിൽ നിന്നും അപകടത്തിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. വിവാഹ ദിവസം വർഷയുടെ കഴുത്തിൽ താലി കെട്ടാതെ വിക്രം വിവാഹ മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയത് ഓർക്കുന്നുണ്ടോ? ഉണ്ട്. തിരിച്ചു വന്ന് താലി കെട്ടിയത് മുഹൂർത്തം കഴിഞ്ഞാണെന്നും അറിയാം. അതെ, വിക്രം മണ്ഡപത്തിൽ നിന്ന് ഇറങ്ങിപ്പോയപ്പോ അയാൾ അറിയാതെ ഞാൻ അയാളെ ഫോളോ ചെയ്തു. അന്നാ മുറിയിൽ ഞാൻ കണ്ട കാഴ്ച എനിക്കിന്നും മറക്കാൻ പറ്റിയിട്ടില്ല. ഡൗൺലോഡ് ചെയ്യൂ C5 ആപ്പ്. കാണൂ എല്ലാ എപ്പിസോഡുകളും സൗജന്യമായി.